അപ്പോൾ ഹലോ ഗായ്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. മൈൻക്രാഫ്റ്റ് ബെറ്റ. കഴിഞ്ഞ വട്ടം നമ്മളെ ലാവാ പൂളിൽ വേണേൽ നമ്മളെ എല്ലാം പോയി നൈസായിട്ടൊന്ന് മുഞ്ചി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിന്ന് തിരിച്ചു പിടിക്കും. അതിനായിട്ട് നമുക്ക് മറ്റേ സ്റ്റോണിൻ്റെ ടൂൾസ് ഉണ്ടാക്കാം. അവിടെ കോപ്പറിൻ്റെ ടൂൾസൊക്കെ പോയില്ലോ. സ്റ്റോൺ ബാക്കില്ല, സോറി സ്റ്റോൺ ഇതില. സ്റ്റോൺ ഒരു സ്റ്റാക്ക് എടുക്കാം. അതൊരു സ്റ്റാക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിക്ക് ഉണ്ടാക്കാൻ പ്ലാങ്ക് വേണമല്ലോ. അതെ, 47 പ്ലാങ്കും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ഗൈസ്, നമ്മൾ ഫുള്ള് സ്റ്റോണിൻ്റെ ടൂൾസിലോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങാം. എന്നിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തെടുക്കാം. നമ്മൾ പുറത്തെത്തി. ഈ സാധനം കാരണം ഞാൻ ചത്തത് ഗൈസ്. നമുക്ക് എന്തായാലും മൂടാം, അല്ലെങ്കിൽ ഞാൻ പിന്നെയും ചാവും. എനിക്ക് ഉറപ്പാണ്, പിന്നെയും ചാവും ഞാൻ. ഓ മൈ ഗോഡ്, ജസ്റ്റ് മിസ്. ഇനി മൂടാൻ സാധനങ്ങൾ വേണം. നമുക്ക് ഇതെടുത്ത് അങ്ങ് മൂടാം. തന്നെ നോക്കണ്ട. മൂടിക്കോ മൂട്. 1 2 3 4 ഗൈസ്. ഗൈസ്, നമ്മളതൊക്കെ മൂടിയിട്ടുണ്ട്. നിങ്ങളെ ബോറടിപ്പിക്കാതിരിക്കാൻ കാണിക്കാതിരുന്നതാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് 2 റോട്ടൺ ഫ്ലഷും കൂടി കിട്ടി. പിന്നെ ഒരു പിക്കാക്സ് ഉള്ളതാണ് ഗൈസ്. ഓക്കെ, നമ്മൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇതേതാ നിങ്ങൾക്ക് സ്ഥലം എന്നറിയില്ലല്ലോ ഗൈസ്. തുടക്കത്ത് ഞാൻ കോപ്പറിൻ്റെ ടൂൾസും ആർമറും ഉണ്ടാക്കിയത് ഇവിടെ നിന്നാണ്. നമുക്ക് കുറച്ച് ഇതുണ്ട്, കോളുണ്ട്. നമുക്കിത് എടുക്കാം. 1 2 3 കുറച്ച് എക്സ്പി കിട്ടും. അല്ലാണ്ട് ഗുണമൊന്നുമില്ല കോളിനെ കൊണ്ട്. ഗുണമുണ്ട്, കത്തിക്കാൻ പറ്റും. ഓക്കെ, ഗുണമില്ല എന്ന് ഞാൻ തെറ്റി പറഞ്ഞാണ്. ഇത് കേവല്ല. ഓക്കെ, ഇതെന്താ ഇങ്ങനത്തെ പശു? അയ്യോ, ഞാൻ കുഴിയിൽ വീണു. കയറടാ. ഞാൻ തന്നെ ഉണ്ടാക്കിയ കുഴിയാ വയസ്സ്. ഇതെന്താ ഇങ്ങനത്തെ പശു? ആഹാ, നമ്മുടെ ഫുഡ്. നിക്കടാ. ലെതർ മാത്രമേ തന്നുള്ളൂ. പോർക്കും കിട്ടി. അല്ല, ഇതിന് പറയാ. ബീഫ് കിട്ടി. ബീഫ് എന്തെങ്കിലും കയ്യിൽ പിടിച്ചിട്ട്. കോളും കിട്ടി. നമ്മുടെ അടുത്ത് തരാ. ബ്ലാക്ക് സാധനങ്ങളായി ഗൈസ്. ബ്ലാക്കിൻ്റെ ബെഡ് സാധനങ്ങളൊക്കെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഗൈസ് കോപ്പർ. പക്ഷെ നമുക്ക് ആവശ്യമില്ല. ഗൈസ്, ആവശ്യമുണ്ട്. കോപ്പറിൻ്റെ ടൂൾസ് ഉണ്ടാക്കാമല്ലോ. അല്ല, ആർമർ ഉണ്ടാക്കാമല്ലോ. ഒന്നും ഇല്ലാതിരിക്കണേ നല്ലത് എന്തെങ്കിലും ഉള്ളതാണ്. അതെ, അതാണ് നല്ലത്. ശ്രുതി അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ശ്രുതി എന്നെ അറിയാത്തവർക്ക് ആരുമില്ല. ശ്രുതി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അത് ഞാൻ ഏറ്റവും കാണുന്നു. പിന്നെ കുറച്ച് ഇനിയും കോപ്പറുണ്ടോ? അത് തന്നെ ഞാൻ തപ്പണേ. അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഗൈസ് നമ്മുടെ 3 കോഴിക്കുട്ടികൾ മുട്ടയിട്ട് വെച്ചിരിക്കുകയാണ് സുഹൃത്തുക്കൾ. നമ്മൾ ഇതിലെ കയറി 3 മുട്ടയും കളക്ട് ചെയ്തു ഗൈസ്. നമുക്ക് ഈ 3 മുട്ട ലാസ്റ്റ് പൊട്ടിക്കാം. ഓക്കെ, ലാസ്റ്റ് പൊട്ടിക്കാം. നമുക്ക് ഇപ്രാവശ്യം എങ്ങോട്ടാ പോകേണ്ടത്? ഒന്ന് മാറുമോ? കോഴിച്ചേട്ടൻ മാറിയുണ്ട്. അയ്യോ, കോഴിച്ചേട്ടൻ നമ്മളെ പെറ്റിച്ച് പോകാൻ നോക്കിയതാ. നീക്ക് അവിടെ കിടന്നായിരിക്കടാ. നമുക്ക് ഗായ്സ്, നമ്മൾ ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോൾ അയ്യൺ. മൈ ഗോഡ്, ഞാൻ അന്നാൾ 10 അയൺ ഒരുക്കാൻ വെച്ചതാണ് ഗൈസ്. അതിപ്പോഴും കൂടി ഉണ്ട്. നമുക്ക് എന്തായാലും അയൺ എടുത്തിട്ട് കോളും കിട്ടി. ഓക്കെ, സെറ്റ്. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ബക്കറ്റ് ഉണ്ടാക്കാൻ പോകണം ഗൈസ്. ബക്കറ്റ് എവിടെ? ബക്കറ്റ് വേറെ അറിയൂ. ബക്കറ്റ് പ്ലാസ്റ്റിക് ബക്കറ്റ് അല്ല, അയൺ ബക്കറ്റ്. അതായിരിക്കണം ബക്കറ്റ്. ഒരു ബക്കറ്റ്. ഇനി ഒരു പാൻറ് ഉണ്ടാക്കാം എന്ന് ഞാൻ പറയില്ല. പോടാ. സോഡ് ഉണ്ടാക്ക്, ഷവലുണ്ടാക്ക്. പിക്കാക്സും കൂടി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കോലം കണ്ടാ. ഈ പണ്ടാരം അടങ്ങിയിരിക്കുക.
അപ്പോൾ ഗൈസ് നമ്മുടെ എല്ലാ ടൂൾസിലോട്ടും നമ്മൾ മാറിയിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ വട്ടം പോയ അയൺ ടൂൾസൊക്കെ നമ്മൾ തിരിച്ച് കിട്ടി. പക്ഷേ കൂടെ ഒരു പിക്കാക്സും അധികമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതെന്തായാലും നല്ല കാര്യമാണ്. അപ്പോൾ നമുക്കിനി 3 മുട്ട പൊട്ടിക്കാം ഗൈസ്. ഓക്കെ, നമ്മൾ പ്ലാസ്റ്റിക് ബക്കറ്റ് എടുത്ത് വെക്കട്ടെ. അല്ലേ, ബക്കറ്റ് ആവശ്യമുണ്ട്. അല്ല, അയൺ ഒരെണ്ണം കൂടി ഉണ്ട് ഗൈസ്. അത് എടുത്തിട്ട് ഇങ്ങോട്ട് വയ്ക്കാം. ഓക്കെ, എന്നിട്ടിത് കോപ്പർ കൂടി എടുത്ത് വെച്ചേക്കാം. കോപ്പർ വെറുതെ എന്തിനാ ഗൈസ്. ഇനി മുട്ട പൊട്ടിക്കൽ ചടങ്ങാണെങ്കിൽ മുട്ടൈ സ്വാഹ, മുട്ടൈ സ്വൈ. മുട്ട എടുത്ത് ഇങ്ങോട്ട് വയ്ക്കാം ഗൈസ്. ഇങ്ങോട്ട് വന്നപ്പോഴേ രാത്രി ഉണ്ടായിരുന്നു. ഞാൻ പിന്നെയും കിടന്നുറങ്ങി. എന്നിട്ട് വന്ന് നോക്കിയപ്പോൾ ഒരു ക്രീപ്പർ. ഈ ക്രീപ്പറിനെ കൊല്ലും ഞാൻ ഗൈസ്. കൊല്ലണം. അയ്യോ, പൊട്ടിത്തെറിച്ച് കൊളാക്കിയതല്ലേ നമ്മൾ നേരത്തെ കണ്ടത്. ഒരു വെട്ട് കൊടുത്ത് 3 വെട്ട് മതി ഗൈസ്. അതാണ് 3 വെട്ട് മതി. സെറ്റ്. കയറിപ്പോയി അടിച്ച് 2 വെട്ടായപ്പോൾ അതാണ് നല്ലത്. പൊട്ടിത്തെറിക്കും. ഓ ഗൈസ്, സ്കെലട്ടൻ. ഇത് നമുക്കൊരു പണിയാണ്. പക്ഷേ നമ്മൾ ഒന്നും നോക്കില്ല. കയറിച്ചത് ഒരട്ടടി. മൂഞ്ചി ഗൈസ്. ഓക്കെ, 1 2 3. ഓക്കെ, ഇതിന് 3 അടിയാണ് കണക്ക്. എല്ലാം 3 അടിയാണ് ഗൈസ്. മുട്ട പൊട്ടിയ ചടങ്ങാണ്. അതിന് മുമ്പ് ദൈവന്മാരൊക്കെ കൊന്നു കഴിഞ്ഞാലേ ലഡ് കിട്ടുമെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷേ ഇവന്മാരെ കൊല്ലണം. അതിന് മുമ്പ് നമുക്ക് മുട്ട പൊട്ടിച്ചിട്ട് കൊല്ലാം. ഒന്നിലേക്കൊന്നും കിട്ടിയില്ല, രണ്ടാമത്തേലൊന്നും കിട്ടിയില്ല, മൂന്നാമത്തേലൊന്നും കിട്ടിയില്ല. ഗൈസ് 3 മുട്ടയും നമ്മൾ ഇതായിട്ടുണ്ട്, നികയുണ്ട്. അപ്പം നമ്മളെ വീറ്റ് ഫാം കുഴപ്പമില്ലാണ്ട് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത്രയും വലുതായതുകൊണ്ടാണ് ഒരു കൺഫ്യൂഷൻ. അപ്പോൾ ഇവന്മാരൊക്കെ നല്ല ലഡ് കിട്ടും. നിങ്ങളെ ഞാൻ കൊല്ലാൻ പോകണം ഗൈസ്. ഇതികളെ കൊല്ലും. അതിന് മുമ്പ് ഞാൻ വീറ്റൊക്കെ ഒന്ന് കളക്ട് ചെയ്യട്ടെ, എന്നിട്ട് ഇവന്മാരെ കൊല്ലും. വീറ്റ് തൊട്ടോ ഗൈസ്. അവിടെ ചാടി ഞാൻ നശിപ്പിച്ചു കോപ്പ് ഗൈസ്. ഓക്കെ 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 അത് വളർന്നിട്ടില്ല ഗൈസ്. അത് വളർന്നു നിങ്ങൾ പറയരുത്. അത് വളർന്നിട്ടില്ല. എന്നിട്ട് വീറ്റൊക്കെ ഇവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടി നടാം. ഓക്കെ, എല്ലാം നമ്മൾ നട്ടിട്ടാ. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഇനി ലഡ് അവന്മാരുടെ എടുക്കാൻ പോകും ഗൈസ്. അവന്മാർ പിന്നെ ഗൈസ് നമ്മുടെ കുത്തമ്പിനാറ് നമ്മളവിടെ പണിത് വെച്ച് ലഡ് എടുക്കാൻ വന്നവനാണ് ഞാൻ പാപം ഗൈസ്. ഇവന്മാർ സീനൊന്നുമില്ലല്ലോ. അവന്മാർ അറ്റാക്കൊന്നും ചെയ്യില്ലല്ലോ. ഒന്നും നോക്കണ്ട. അടി കയറി അടിച്ചോ. അറ്റാക്കൊന്നും ചെയ്യില്ല ഗൈസ്. അറ്റാക്കിയായിരുന്നോ? റൈഡൊക്കെ വന്നിട്ടില്ലോ. ലഡ് കിട്ടിയ ലഡ് എവിടെ? ലഡ് എവിടെ ഗൈസ്? എവിടെ ഉണ്ടായിരുന്നല്ലോ. ദേ നമ്മുടെ കയ്യിലിരിക്കണു ലഡ്. ഇരിക്കണു ലഡ്. കഴിഞ്ഞൊരു മണ്ടം തന്നെ ഗൈസ്. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ കേവിൽ പോയിട്ട് ആ വലിയ കേവിൽ ഗൈസ്, നമ്മുടെ മൈനിങ് ഏരിയ പോയിട്ട് ആ വലിയ കേവ് എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. ഇതിങ്ങനെ ആക്കിയിട്ടേക്കാം. വലിയ കേവ് എക്സ്പ്ലോർ ചെയ്ത് അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മൈനിങ് ഏരിയ. ഫസ്റ്റ് എപ്പിസോഡ് കണ്ടവർക്കറിയാം. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.